സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ ലളിതമായ ചില വളപ്രയോഗങ്ങൾ വഴി മണ്ണിൻ്റെ ജൈവഘടനയിൽ വലിയ മാറ്റം വരികയും ഒരു മാസത്തെ വളപ്രയോഗം കൊണ്ട് ഒരു വർഷത്തെ അധിക വളർച്ച നേടിയെടുക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയും. ഇത് സംബന്ധിച്ചാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഇത് 2 അടി സമചതുരത്തിൽ കുഴിയെടുത്ത് അതിൽ ശീമക്കൊന്നയില നമ്മൾ നിറച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഏതിനം പഴച്ചെടിയാണോ നടുന്നതിന് അതിന് ആനുപാതികമായ വലിപ്പത്തിൽ നമുക്ക് കുഴിയെടുത്തിട്ട് അടിയിൽ ശീമക്കൊന്നയില നിറയ്ക്കാം. ഇനി അല്പം സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കുക. ശീമക്കൊന്നയില നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നൈട്രജൻ്റെ വലിയ സംഭരണിയാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് നൈട്രജൻ സ്വീകരിച്ച് ഇലകളിൽ സംഭരിച്ചു വയ്ക്കാനുള്ള ശീമക്കൊന്നയുടെ അത്ഭുതമായ കഴിവാണ് ഇതിന് കാരണം. ഇത് നമ്മുടെ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റാണ്. ഇനി നമുക്ക് ഈ പച്ചക്കറി വേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറേ അധികം പച്ച ചാണകം ഇട്ട് കൊടുക്കണതാണ്. വീണ്ടും കൊന്നയിലയിട്ട് നമുക്ക് കുഴി നിറയ്ക്കാം. വീണ്ടും സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കുകയാണ്. സ്യൂഡോമോണസ് മണ്ണിൻ്റെ pH മൂല്യം ക്രമീകരിക്കുന്നതിനും രോഗപ്രതിരോധത്തിനും അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും അതിതീവ്ര മഴ മൂലം മണ്ണിൽ നിരവധി മൂലകങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരു 1/2 കിലോ കടലപ്പിണ്ണാക്കും അല്പം വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ ചെയ്യുന്നത് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും പച്ച ചാണകവും കൂടി മിക്സ് ചെയ്ത് ഒരാഴ്ച വെച്ച് പുളിപ്പിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആദ്യം നമ്മൾ കോരിയെടുത്ത മേൽമണ്ണ് കുട്ടയിൽ മാറ്റി വച്ചിരിക്കുകയാണ്. അതിട്ട് നമുക്ക് കുഴി മൂടാം.
ഇനി ആഴ്ചയിൽ 2 ദിവസം വീതം ശരിക്കും നനച്ചു കൊടുക്കണം. അങ്ങനെ ഒരു മാസം മുമ്പോട്ട് പോകട്ടെ. ഒരു മാസത്തിന് ശേഷം നമ്മൾ എന്ത് ഫലവൃക്ഷമാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അത് നടുക. ഈ ഒരു മാസത്തെ സമയം കൊണ്ട് മണ്ണിൻ്റെ ജൈവഘടനയിൽ വലിയ മാറ്റം വരികയും ആയിരക്കണക്കിന് സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം മണ്ണിനെ, അതിൻ്റെ ജൈവഘടനയെ മാറ്റിമറിക്കുകയും ചെയ്യും. ഇതിൽ തൈ നട്ട് പരിപാലിച്ചാൽ ഒരു വർഷത്തെ അധിക വളർച്ച നേടിയെടുക്കാൻ നമുക്ക് കഴിയും. നമ്മൾ ഇഷ്ടപ്പെടുന്നതൊന്നും, അത് പഴച്ചെടികളോ മറ്റു ചെടികളാവട്ടെ, നടാൻ വൈകിപ്പോയി എന്ന് ചിന്തിക്കേണ്ടതില്ല. ഈ ഒരു രീതി കൃഷി ചെയ്താൽ വളരെ വേഗം നമ്മൾ ഉദ്ദേശിച്ച ഫലപ്രാപ്തി ലഭിക്കും. അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ നടാമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ ഈ കൃഷിരീതി തീർച്ചയായും നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.